നമസ്കാരം, കൊല്ലത്തേക്ക് സ്വാഗതം. കലക്കൻ കൊല്ലം എന്ന പരിപാടി വരുന്ന 1 മണിക്കൂർ നേരം നമ്മൾ കൊല്ലത്ത് നിന്ന് കലോത്സവ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ വിശേഷങ്ങൾ, പോയിന്റ് നില, ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ, അങ്ങനെ ഗംഭീര പ്രകടനങ്ങളൊക്കെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 24 വേദികളിലായി കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 24 വേദികളിലായി. അപ്പോൾ നമ്മൾ ആ മത്സരത്തിന്റെയൊക്കെ വിശദാംശങ്ങൾ, മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. വരുന്ന 1 മണിക്കൂർ നേരം നമുക്ക് തകർക്കാം. കൊല്ലം കലക്കുമ്പോൾ 24 കലക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ പോയിന്റ് നിലയിലാണ് തുടങ്ങുന്നത്. പോയിന്റ് നില, സ്മിത, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയുടെ ആധിപത്യത്തെ കുറിച്ച്. ആ ആധിപത്യം അവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ 319 പോയിന്റുമായി നിലവിൽ 1-ാം സ്ഥാനത്താണ്. കൊല്ലം ജില്ല, ആതിഥേയ ജില്ല 2-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, കൊല്ലം ജില്ല 2-ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തൃശൂർ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. പാലക്കാടും 3-ാമത്, ഒപ്പത്തിനൊപ്പം തൃശ്ശൂരും പാലക്കാടും 309 പോയിന്റുമായി 3-ാം സ്ഥാനത്ത്. കോഴിക്കോട് എവിടെയുണ്ട്? കോഴിക്കോട് 304, അതായത് 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ, ഇന്നലെ മുതൽ നമ്മൾ കണ്ടത് കോഴിക്കോടിന്റെ ആധിപത്യമാണ്. പക്ഷെ കുറച്ച് സമയം മുൻപ് മുതൽ കണ്ണൂരിന്റെ ആധിപത്യത്തിലേക്ക് അത് മാറുന്നു. ഇപ്പോൾ കണ്ണൂർ ആ ആധിപത്യം തുടരുന്നു എന്നുള്ളതാണ്. ഏതായാലും മത്സരങ്ങൾ, ഗ്ലാമർ ഇനങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. നമുക്കറിയാം മോഹിനിയാട്ടം ഇന്നിപ്പോൾ അവസാനിച്ചു. അതിനുശേഷം ഒപ്പന വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. നമുക്ക് തൊട്ട് പിറകിലുള്ള വേദിയിൽ അത് നടക്കുന്നുണ്ട്. ആ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നു. അതിന്റെ എല്ലാം ഫലങ്ങൾ വരുമ്പോൾ ഇത് ഇനിയും മാറി മറിയും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒട്ടേറെ ഗ്ലാമർ ഇനങ്ങൾ ഇന്നും നടക്കുന്നു. അതിൽ നാടകമുണ്ട്, ചെണ്ടമേളമുണ്ട്, ഒപ്പനയുണ്ട്, തിരുവാതിരകളിയുണ്ട്, പൂരക്കളിയുണ്ട്, നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ഇനങ്ങൾ, അനുഷ്ഠാന കലകൾ അടക്കം നമുക്ക് പല വേദികളിൽ കാണാൻ കഴിയും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ സ്റ്റേജിലൊക്കെ പോയി നിന്ന് ഓരോ വേദികളിലേക്ക് ഓടിപ്പോണം ഓരോന്ന് കാണണമെങ്കിൽ. പക്ഷെ നമുക്കൊരു ഗുണമുണ്ട്, എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇതെല്ലാം എത്തിക്കണമെങ്കിൽ അവരിങ്ങനെ മാറി മാറി നമ്മുടെ ചാനലുകളിൽ വരുമ്പോൾ നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റും. അതിന്റെ ഒരു ആവേശം ഞങ്ങൾക്കുമുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മളോടൊപ്പം ഉണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മളൊരു ഐറ്റം ചെണ്ടമേളമാണ് അല്ലെ. ചെണ്ടമേളത്തിന് മത്സരം കഴിഞ്ഞ് ഇറങ്ങിയവരാണ് കട്ടപ്പനയിൽ നിന്നുള്ള മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. അതെ, നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോയാലോ അനുജ? തീർച്ചയായും. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ?
ഫലം വന്നോ? മത്സരഫലം വന്നോ? എന്താണ്? എ ഗ്രേഡ്. കൺഗ്രാറ്റുലേഷൻസ്. കട്ടപ്പനയിൽ നിന്ന് കൊല്ലം വരെ വന്ന എ ഗ്രേഡ് ഒക്കെ ആയിട്ട് അല്ലേ? ഇവിടെ ഒരു കൊച്ചു മിടുക്കനുണ്ടല്ലോ, ഇതൊക്കെ പൊക്കിക്കൊണ്ട് നിൽക്കാനുള്ള ആരോഗ്യമുണ്ട്? ഇല്ല ഇല്ല ഇല്ല. ഏത് ക്ലാസ്സിലാണ്? 8ല്. ഇതൊക്കെ നല്ല ഭാരമല്ലേ? ഭയങ്കര വെയിറ്റാ. അയ്യോടാ. ശരി, താങ്ക് യു. അടിപൊളി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് as well. താങ്ക് യു. അതെ, നമുക്കിപ്പോ പ്രധാന വേദിയിൽ ഒപ്പന പൊടിക്കുകയാണ്. ഇവിടെ കുറെ പേര് വന്നിരുന്നു, പക്ഷെ നമുക്ക് തത്സമയമാക്കാം മത്സരങ്ങളിലേക്ക് ഒന്ന് പോയാലോ അനുജ? തീർച്ചയായും. പ്രധാന വേദി ONV സ്മൃതിയിലാണ് ഒപ്പന മത്സരം നടക്കുന്നത്. തത്സമയം ONV സ്മൃതിയിലേക്ക്. നബിയവരുത്തിത് അസലുമായി നിറയുമെ നാരികൾ കിസ്സകളായി. നബിയവരുത്തിത് അസലുമായി നിറയുമെ നാരികൾ കിസ്സകളായി. ചെല്ലവിലാകെയും നൂറതുമായി ചന്ദ്രമിൽ മിന്നിടും ലാമ്പുകളായി. കരയകത്ത് കൂടിടാനായി ബീവിത മാമ നാരിയും മസലാമാലേ നാരിയും മസലാമാലേ. ആറ്റലിലായി ചേർന്നിടുമിന്ന് ആദര ദൂതരിൽ വാകിടുമിന്ന്. ആറ്റലിലായി ചേർന്നിടുമിന്ന് ആദര ദൂതരിൽ വാകിടുമിന്ന്. വാകിടുവാൻ പൂവിയുമേറ്റം അരയകം പോണേ ഇശലുകൾ തമ്മിലാക്കുന്നേ മർഹബ പാടി ചേർത്തിന്നേ. ആറ്റലിലായി ചേർന്നിടുമിന്ന് ആദര ദൂതരിൽ വാകിടുമിന്ന്. ആറ്റലിലായി ചേർന്നിടുമിന്ന് ആദര ദൂതരിൽ വാകിടുമിന്ന്. വാകിടുവാൻ പൂവിയുമേറ്റം അരയകം പോണേ ഇശലുകൾ തമ്മിലാക്കുന്നേ മർഹബ പാടി ചേർത്തിന്നേ. മർഹബ പാടി ചേർത്തിന്നേ. മർഹബ പാടി ചേർത്തിന്നേ. മർഹബ പാടി ചേർത്തിന്നേ. പാടി ചേർത്തിന്നേ. അപ്പൊ അങ്ങനെ ഒപ്പന മത്സരം തകൃതിയായി തന്നെ നടക്കുന്നു. ഒപ്പന ഉച്ച കഴിഞ്ഞ് തുടങ്ങിയതാണ്. മോഹിനിയാട്ടത്തിന് ശേഷമാണ് ഒപ്പനയിലേക്ക് പോയത്. അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര മണി വരെ ഉണ്ടാകുമെന്ന് അറിയില്ല. സ്മിത, ഇന്നിപ്പോ പൊതുവെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരുപാട് വൈകി എന്ന തരത്തിലേക്ക് മത്സരങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ പക്ഷെ കുറച്ച് വൈകലൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. ആരും അവരുടെ ആവേശം ചോർന്നു അനന്തമായി നീളുന്നു എന്ന തരത്തിലേക്ക് മാറുന്നില്ല. അപ്പോ ഇത് ഇന്നലത്തെ മഴ ഇന്നും ഇപ്പൊ രാത്രി വില്ലനായിട്ട് എത്തുമോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷെ ഇതുവരെ മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല അനുജ, കൊല്ലത്ത് എല്ലാരും പറഞ്ഞു കോഴിക്കോടാണ് എപ്പോഴും ആവേശം കൂടുതൽ. കൊല്ലത്ത് എന്തായിരിക്കും എന്നുള്ളതാ. കൊല്ലത്ത് എന്താണെന്നുള്ളത് കണ്ട് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് നമുക്ക് പിറകിലൊക്കെ കാണാം, നിറയെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, കലാപ്രേമികൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് കൊല്ലത്ത് നിന്ന്. അതിന്റെ ഒരു ആവേശം നമുക്കൊണ്ട് പറയണ്ടല്ലോ. ഇങ്ങനെ മഴ പെയ്യാതിരിക്കട്ടെ എന്നുള്ളതാണ്. ബാക്കി നമ്മൾ ഇനിയിപ്പോ നമ്മുടെ കൂടെ പൂരക്കളിക്കുള്ള ടീമുണ്ട്. പൂരക്കളിയെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഭയങ്കര ഒരു എനർജി ലെവല് ഭയങ്കരമാണ് അവരുടെ. നമ്മളിപ്പോ നമ്മുടെ കൂടെ ഇപ്പൊ പുറകിൽ നിങ്ങൾക്ക് കാണാം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വടകര കോഴിക്കോട്. അതുപോലെ തന്നെയാണ് ഈ പൂരക്കളി പോലെ തന്നെ ഒപ്പന ടീമുകളും നമുക്കൊപ്പം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വടക്കോട്ടുള്ളവർക്ക് ഈ ഒപ്പനയും പൂരക്കളിയൊക്കെ ഒരു പ്രധാന ഇനമാണ്. അതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു സാംസ്കാരിക തനിമ കൂടി വിളിച്ചോതുന്നതിനാലാകണം അതിൽ പാർട്ടിസിപ്പൻസ് കൂടുതലാണ് വടക്ക് നിന്നുള്ളവര്. പക്ഷെ തെക്കോട്ടുള്ളവരും ഒട്ടും മോശമൊന്നുമല്ല. നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലേ. അതെ, പൂരക്കളി എന്നുള്ള ഒരു അനുഷ്ഠാന കലയാണ്. പ്രധാനമായും സ്മിത പറഞ്ഞ പോലെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്ന 9 ദിവസം മീനമാസത്തിലെ പൂരം എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ വസ്ത്രധാരണൊക്കെ കണ്ടാലും വസ്ത്രധാരണ ഈ തരത്തിലേക്കാണ്. അതെ അതെ, ഒരു കറുപ്പും ചുമപ്പും കലർന്ന വസ്ത്രം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഏതായാലും നമുക്ക് കാണാം എങ്ങനെയാണ് ഈ കുട്ടി പ്രതിഭകൾ പൂരക്കളി അവതരിപ്പിക്കുന്നതെന്ന്. പൂരക്കളിയിലേക്ക് പോയാലോ? പോവാം. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ നിങ്ങൾ. ും
ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ആരെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്? ദേവിയെ സ്തുതിച്ചു. ഓക്കെ, ശരി. അപ്പോ നിങ്ങളുടെ മത്സര ഫലം വന്നോ? എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും മത്സരത്തിലുണ്ടോ? വേറെ മത്സരത്തിനുണ്ടോ? പൂരക്കളി തന്നെയാണോ? അപ്പൊ ഇനി വടകരയ്ക്ക് തിരിച്ചു പോവാണ്. നാളെ അല്ല, ഇവിടത്തെ ഇത് കാണാൻ രാത്രി നടത്തുണ്ടോ? ഇല്ല. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് പൂരക്കളിയുടെ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു അല്ലെ അനുജ? അതെ. അപ്പൊ ഇനി നമ്മള് ഒന്നാം വേദിയിലേക്ക്, പ്രധാനപ്പെട്ട വേദിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ കീർത്തനയുണ്ട്. കീർത്തന, ഒപ്പന പുരോഗമിക്കുന്നു. ഇനിയിപ്പോ അത് എത്ര മണിവരെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതിനിടെ എനിക്ക് തോന്നുന്നു കീർത്തനയാണോ നേരത്തെ ഒരു മണവാട്ടികളെ കുറിച്ചൊക്കെയാണ് സ്റ്റോറി ചെയ്യാൻ പോയിട്ട് അവസാനം മണവാട്ടിയായി മാറി എന്നുള്ളത്. കീർത്തനയാണോ? അതെ, കീർത്തന തന്നെ. അനുജ, സ്മിത, അത് ഞാൻ തന്നെയാണ്. ഇവിടുത്തെ ഒരു മണവാട്ടി ഒപ്പന ടീമിനെ പിടിച്ചുകൊണ്ട് പോയതാണ്. അവരൊക്കെ കൂടെ മണവാട്ടിയാക്കി നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി നമുക്ക് കലോത്സവ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്തിൽ ONV സ്മൃതിയിലാണ്. ഇവിടെ ഇങ്ങനെ ഒപ്പന പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഞ്ചത്തിമാരങ്ങനെ വലിയ താളമിട്ട് കൊട്ടിക്കയറുകയാണ്. വലിയ തരത്തിലുള്ള തിരക്ക് ഇന്ന് ഒപ്പന വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം, പോയിന്റ് പട്ടിക അത് സംബന്ധിച്ച് വളരെ എന്താ പറയുക, കടുത്ത മത്സരമാണ് ഓരോ ജില്ലയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത്, 327 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത്. തൊട്ടു പിന്നാലെ കൊല്ലമുണ്ട് 320 പോയിന്റുമായി. അതിന് തൊട്ടു പിന്നാലെ തൃശ്ശൂരാണ് മൂന്നാം സ്ഥാനത്ത്. നാലാം സ്ഥാനത്ത് കോഴിക്കോട് നാലാം സ്ഥാനത്താണ് ഇക്കുറി. അവർ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായി. കപ്പ് തിരികെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒപ്പന വേദിയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഒപ്പന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് കാണാൻ വേണ്ടി ഇവിടെ ഒത്തിരി പേർ എത്തിച്ചേർന്നിരിക്കേണ്ട വിവരങ്ങൾ. അതെ, അവരുടെ ഒരു പാട്ട്. കീർത്തന ആ വിവരങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത് എനിക്ക് തോന്നുന്നു രസകരമായിരിക്കും തോന്നുന്നു. ചെയ്യാൻ പോയിട്ട് അവസാനം മണവാട്ടിയായി മാറിയ കീർത്തനയുടെ കഥ. അതെ, നമ്മൾ ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം വളരെ പെട്ടെന്ന്. അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് മൊഞ്ചത്തികളെ നമ്മളിവിടെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഏത് സ്കൂള്? പട്ടം സെന്റ് മേരീസ്. അപ്പോൾ എന്തായാലും നന്നായി തകർത്ത് കളിച്ചു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒപ്പന എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുവാണ് അവിടെ ആൾക്കാർ. പക്ഷെ അതിലിപ്പോൾ നമ്മുടെ മണവാട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ വേർതിരിക്കുന്നുണ്ട്. മണവാട്ടി കുറച്ച് കൂളാണോ? അല്ല. ഞാൻ ചോദിച്ചു, ഈ മണവാട്ടിക്ക് അങ്ങനെ ഒപ്പനയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, പണി അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിൽ എക്സ്പ്രഷൻ ഡാൻസ് കളിക്കൊന്നും വേണ്ടല്ലോ? ഡാൻസ് കളിക്കില്ല, വലിയ പണിയൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് ചിരിക്കണം എന്നാണ് കണിയാണ്. അത് വലിയൊരു പണിയാണ്. ഓക്കെ, എന്നാലും അത്ര ഇല്ല. എന്നാലും അത്രയുണ്ട്. ചെയ്ത് നോക്കണോ? ട്രൈ നോക്ക്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. മംഗളവാർത്തകൾ കിളിയാണ്, മക്കികൾക്കാകെ അജൈവാണ്. ആ മംഗളവാർത്തകൾ കിളിയാണ്, മക്കികൾക്കാകെ അജൈവാണ്. അതിശമത്വാഹ ആലമിലാകയാൽ ചീലത്തിനാരി ഘോരം. അതിശമത്വാഹ ആലമിലാകയാൽ ചീലത്തിനാരി. താജത്തിലായി റോജയിലായി തളിരിതമാകെ യതിമതിയായി. താജത്തിലായി റോജയിലായി തളിരിതമാകെ യുതിമതിയായി. ദാസിയോതുന്നി തലമില് പുഞ്ചിരിയല്ലമ്മ. മന്ദിരത്തിൽ ചന്ദ്രികായി തേടിടുന്നു ഹിമ്മ. ചിന്തയൊക്കെ ചന്തമായി തീർത്തിടുന്നീ വെണ്മ. എത്തിടുന്നേ മഹിമയിൽ സമ്മതത്താൽ ചമ്മ. കാത്തിരുന്നേ മഹിതയിൽ സത്യമൊത്ത് നന്മ. കാലം എത്ര കഴിഞ്ഞാലും ഒപ്പനയുടെ മൊഞ്ചൊന്നും അങ്ങനെ പോയിപ്പോകൂല. ക്യാമറമാൻ രാജീവ് സുദേവനൊപ്പം കീർത്തന കേശവൻ, 24.
അപ്പൊ കീർത്തന കേശവൻ അങ്ങനെ ഒരു മണവാട്ടിയായി മാറി. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞു കുടുങ്ങിയതാണ്. അവർ പിടിച്ചിരുത്തി മണവാട്ടിയാക്കി. അപ്പൊ മനസ്സിലാക്കി കാണോ അതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെ അവര് പറഞ്ഞൊരു കാര്യം, ഈ ചിരിക്കണം എന്ന് നന്നായിട്ട്. കീർത്തന എപ്പോഴും നന്നായി ചിരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരു പെർഫോമൻസിലേക്ക് പെർഫോമൻസ് ഒപ്പന തന്നെയാണ്. പനമരം പ്രസന്റ് സ്കൂളിലെ കുട്ടികളാണ് അല്ലെ. അപ്പൊ അതിലേക്ക് പോയാലോ, തുടങ്ങിക്കോളൂ. കൗതുക സരിരുമ്മൽ ജലസാകും സുമുഖിക്കാൻ, കൗതുക സരിരുമ്മൽ ജലസാകും സുമുഖിക്കാൻ, സിദ്ദീഖിൻ ബിന്തിന്ന ഫറഹും കണ്ടേ, മറഹും നീണ്ടേ, നിണ്ടിടും തോരണങ്ങൾ പൂരണത്തിൽ മംഗളത്തിൽ, നിണ്ടിടും തോരണങ്ങൾ പൂരണത്തിൻ മംഗളത്തിൽ, മഷൂറായി ഫിർദൗസിൽ തീകം ലിംഗുന്നേ, ചുങ്കിൽ മേഘം പൊങ്കുന്നേ, പൊങ്കിടും നശീദകൾ അസ്വിദകൾ നിക്കാഹത്ത്, പൊങ്കിടും നശീദകൾ അസ്വിദകൾ നിക്കാഹത്ത്, ഹബീബുരെ മദ്ഹുകൾ പൂകൾ പാടുന്നേ, അതിൽ പ്രഭ ചൂടുന്നേ, ചൂടിടും പരിമളം സഭയാക്കി പരക്കുന്നേ, ചൂടിടും പരിമളം സഭയാക്കി പരക്കുന്നേ, ജന്നത്തുൽ ഫിർദൗസിലായി നിക്കായിലല്ലേ, ദായിമായല്ലേ, ദായിമായി മനോജർക്കുള്ളതായി സുന്നത്ത്, താരമായി റഹ്മത്തിൻ നിക്കാഹുമത്ത്, ഉത്തിടനൊരു നാളിൽ ഹൗലത്ത് ബിന്ത് എത്തിട്ട് ഹബീബിലെ സുന്നത്ത് ബന്ത്, നബിക്കിണയായത് തീർത്ത് തീർത്തത് ബിക്റായി ചേർത്തിട്ട് പൊരുളാകെ ഹൗല മോളിന്ത അബൂബക്കറിൽ, പുലിമകൾ തെളിന്തിടെ സിദ്ദീഖിന്നൂരിൽ, ഒരുമേൽ പിറമേൽ തിരുമത്ത് സഹബ ഒരുമത്ത് സൗറത്തിൽ മറഞ്ഞത് ഹബീബ, ഒരിക്കലും മറക്കത്ത ഹാറിലെ താബ താബുകൾ സബുറായി ഗുഹയകമ്പാര, പാരായ ബള്ളർമായിൽ തണിയൊന്നിച്ച്, പാപ്പയോടൊപ്പം പോകാൻ മകൾ ആശിച്ച്, മകളായിഷ മദീന തന്നിൽ പോകാൻ മനസ്സാകെയും കൊതിത്തു മുത്ത്, മകളാ തളിത്തെ സത്താ, തികവറ്റൊരു അത പോകുന്നു ഹിജ്റ തെളിയാതെന്നായി മനം നീറുന്നു, ബീവി അകം നോവുന്നു, അകം വിന്തൂരായി ഇരു കൊല്ലമായി ശേഷം അവനും ഹിജ്റ ഏതിനും തരമായി പശുക്കി ത്വാ ആരിക്കി തേടി ദിവി ഒരുമിത്തിടാൻ ഗുഹായം കൂടി, ഓക്കെ. അപ്പോ എല്ലാരും ഒന്നിനൊന്നിന് മൊഞ്ചത്തിമാരാണ്. മണവാട്ടി മാത്രമല്ലല്ലേ, എല്ലാരും മണവാട്ടിമാരാ. എല്ലാരും മൊഞ്ചത്തിമാരാണ്. അപ്പൊ ഞാൻ മണവാട്ടിയാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. നേരത്തെ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ കൂടുതൽ ചിരിക്കുകയും നാണിക്കുകയൊക്കെ വേണം. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ചോണ്ടിരുന്നപ്പം വേദന എടുത്തു. പക്ഷേ ഈ 7 months ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്, നാണിച്ചോണ്ട്. കാരണം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിലേക്ക് ഇന്ന് തിരിച്ചു പോവോ? വയനാട് സോറി വയനാട് ഇന്ന് പോവോ? ഇന്നല്ല, നാളെ വട്ടപ്പാട്ടുണ്ട്. നിങ്ങളുടെ ടീം തന്നെ. അപ്പൊ ഇതിന്റെ മത്സരത്തിന്റെ ഇത് വന്നില്ലല്ലോ എന്തായാലും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. വട്ടപ്പാട്ട് നന്നായി പെർഫോം ചെയ്യാം. നല്ല മനോഹരായിരുന്നു. താങ്ക് യു അനുജ. ഈ ചിരി ഒരു പകർച്ചവ്യാധിയാന്ന് പറയും. ഞാനിങ്ങനെ ഇവര് ചിരിച്ചോണ്ട് ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് സ്ഥിരം ഫുൾ ടൈം പരിപാടിയാണല്ലോ. പക്ഷെ നല്ല രസമല്ലേ ചിരിച്ചോണ്ടിരിക്കുക, ഇവരെ പോലെ ഇങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ട് കളിക്കുന്നത് കാണുക. അതൊക്കെ തന്നെ വലിയ സന്തോഷമാണ്. ഇനിയും രാത്രി ഏറെ കിടക്കുകയാണ്. ഒരുപാട് മത്സരങ്ങളുണ്ട് അല്ലെ. തീർച്ചയായും നമ്മൾ ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക്, കൂടുതൽ പ്രകടനങ്ങളിലേക്ക് മടങ്ങിയെത്തും. ഇടവേള. Jump,
കൊല്ലത്ത് എന്ത് സംഭവിക്കുന്നു, കൊല്ലത്ത് വിവിധ വേദികളിൽ 24 വേദികളിലായി എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. കലോത്സവത്തിന്റെ 2ാം ദിനമാണിന്ന്. അത് ഏറെക്കുറെ അവസാനിക്കാൻ പോകുന്നു എന്ന് പറയാം. പക്ഷേ മത്സരങ്ങളൊക്കെ പൂർണ്ണമായി അവസാനിക്കുമ്പോൾ മിക്കവാറും 12 മണിയൊക്കെ കഴിയുമെന്ന് അതെ. എന്തായാലും ഈ പോയിന്റ് നിലയൊക്കെ മാറി മറിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ ആധിപത്യമാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പോയിന്റ് നിലയൊക്കെ ഇനിയും മാറി മറിയും. നമ്മൾ അതൊക്കെ അപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നല്ല കലാപ്രകടനങ്ങൾ, കുട്ടികളുടെ ഏറ്റവും മികച്ച കലാപ്രകടനങ്ങളിലേക്ക് കൂടി നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ അവിടെ നിന്നൊക്കെ വലിയ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണ്ടാവെന്ന് വിചാരിക്കണം. കാരണം ഓരോരോ വേദികൾ, അതായത് നമ്മുടെ പവലിയനുകളിൽ ഇങ്ങനെ ഓരോരോ മത്സരങ്ങൾ. അപ്പൊ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയൊക്കെ കലയുടെ പൊടിപൂരം എന്ന് പറഞ്ഞ പോലെയാ. നമ്മളതൊക്കെ ആസ്വദിക്കുന്നു. നമ്മൾക്കൊപ്പം ഇപ്പൊ ബാൻഡ് മേളക്കാരാണ് ഉള്ളത്. കോട്ടയത്ത് നിന്നുള്ള മൗണ്ട് കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. അവർ മത്സരം കഴിഞ്ഞ് വന്നിരിക്കുന്നു, പക്ഷെ ഫലം അറിഞ്ഞിട്ടില്ല. അതിനുള്ള കാത്തിരിപ്പിലേക്ക് പോകാം. ചെയ്തു. അപ്പൊ നമുക്ക് തുടങ്ങാം.
അടിപൊളി. എനിക്ക് ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ ജില്ലയിൽ നിന്നാണ് ഇവര് വരുന്നത്. മൗണ്ട് കാർമലൊക്കെയുള്ള വളരെ പഴയ സ്കൂളാണ്. പ്രവിത അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും. പെട്ടെന്ന് വിളിക്കാം, എന്തോ കാര്യമുണ്ട്. പ്രവിത ഒന്ന് വന്ന് പെട്ടെന്നോ, എന്താ ഈ സന്തോഷത്തിന്റെ കാര്യം? ഇത് എൻ്റെ സ്കൂളാണ്. ഞാൻ വർഷങ്ങളായിട്ട് പഠിച്ച സ്കൂളാണ്. മാത്രമല്ല ഞാൻ അവിടെ പഠിക്കുന്ന സമയത്തും ബാൻഡ് മേളം എല്ലാ കൊല്ലം കോട്ടയം ജില്ലയിൽ നിന്ന് വന്നത് മൗണ്ട് കാർമലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ജൂനിയേഴ്സ് ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നു എന്നുള്ളതിൽ കോട്ടയം ജില്ലയിൽ നിന്ന്. സന്തോഷം ഉണ്ടാവും അല്ലേ? അടിപൊളി. നിങ്ങളുടെ ഇത് വന്നിട്ടില്ലല്ലോ, റിസൾട്ട് വന്നിട്ടില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആണ്. 20 പേരാണുള്ളത് അല്ലേ? അപ്പൊ ഇത് തന്നെയാണോ അവതരിപ്പിച്ചത് മത്സരത്തിലും? അല്ല വേറെയാണ്. ഇതിപ്പോ ഇവിടെ നിങ്ങൾ ഫുട്ബോൾ പ്രിയരാണോ? വക്കയൊക്കെ അവതരിപ്പിച്ചു. ഇറ്റ്സ് ടൈം ഫോർ ആഫ്രിക്ക അല്ലേ? ആ, അപ്പൊ എന്തായാലും ഇത് ആരാ പഠിപ്പിക്കുന്നതൊക്കെ ആരാ? നിങ്ങളുടെ സ്കൂളിൽ തന്നെ അതിന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ശരി, നിങ്ങളുടെ മത്സരഫലം ഏതാണ്ട് അല്പസമയത്തിനൊക്കെ വരുമെന്ന് തോന്നുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നന്നായിരുന്നല്ലേ? ഈ ബാൻഡ് മേളത്തിന് വർഷങ്ങളായിട്ട് ഈ മൗണ്ട് കാർമൽ തന്നെയാണ് അതെ ചെയ്യുന്നത്. മൗണ്ട് കാർമൽ എനിക്ക് തോന്നുന്നു അവർ ആധിപത്യം പുലർത്തുന്ന ഒരു അനുജയ്ക്കും ഒരുപക്ഷെ അറിയണ്ടാവും. എനിക്ക് അതിന്റെ ബാൻഡ് മേളത്തിന്റെ ചരിത്രം എനിക്കറിയില്ല. പക്ഷേ ഈ സ്കൂള് വളരെ പഴയ ഒരു സ്കൂളാണ്, പേര് കേട്ട സ്കൂളാണ്. അപ്പോൾ നഗരമധ്യത്തിൽ തന്നെയുള്ള സ്കൂളാണെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോ നമ്മള് ഒട്ടേറെ മത്സരങ്ങൾ ഉണ്ട്. നമ്മുടെ കോമഡി ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പ്രിൻസ് നമ്മുടെ കൂടെ കുറെ നേരമായിട്ട് പെർഫോം ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ്, ഷഫീദ് എന്തോ പറയുന്നുണ്ട്. ഷഫീദ് എന്താ പറയുന്നേ? അടുത്തത് ആരാ കയറാൻ പോകുന്നത്? പ്രിൻസിന് മുമ്പ് ഒരു നാടൻ പാട്ട് സംഘം വന്നിട്ടുണ്ട്. അപ്പൊ പ്രിൻസ് റെഡി ആവുമ്പോഴേക്കും ഇവര് റെഡിയായി എത്തിയിട്ടുണ്ട്. ഇവരുടെ പെർഫോമൻസ് എന്താന്ന് നോക്കുക അല്ലെ? ഇവര് സംഘമാണ്, ഒന്നുമല്ല. നിങ്ങൾ നാട്ടുകാരാണ്. അതെ, ഈ നാട്ടുകാരാണ്, കൊല്ലത്തിലെ നാട്ടുകാരാണ്. ഒപ്പം 35ഓളം സിനിമകളിൽ നാടൻ പാട്ട് പാടി മാത്രം പ്രശസ്തനായിട്ടുള്ള മത്തായി സുനിൽ കമ്മട്ടിപ്പാട് ഉൾപ്പെടെയുള്ള സിനിമയിൽ തൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ടോൺ കൊണ്ട്, വോയിസ് കൊണ്ട് ഏറെ ശ്രദ്ധേയനായിട്ടുള്ള നാടൻ പാട്ട് കലാകാരൻ മത്തായി സുനിലാണ്. ആരാ മത്തായി സുനിൽ? മത്തായി സുനിൽ മത്തായി സുനിൽ, ഞാനാണ് മത്തായി സുനിൽ. താങ്കൾ ഈ കൊല്ലംകാരനാണ്, അപ്പൊ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയതാണ്? ഇല്ല, ഞാൻ കലയെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയതാ. കലയോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഇവരുടെ ഈ നാടൻ പാട്ട് ഒരു ഇനമാണല്ലോ, മത്സര ഇനമാണല്ലോ. അത് നിങ്ങൾ കണ്ടിരുന്നോ? കുട്ടികളുടെ മത്സര ഇനമാണ്, അത് കണ്ടിരുന്നു. പറഞ്ഞോളൂ. ഞാൻ കണ്ടിരുന്നു. ആ, അപ്പൊ അതെന്താണ്? അത് കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ വിലയിരുത്തുന്നത്? സങ്കടമായി. അയ്യോ, അതങ്ങനെ പറയാതെ. നമുക്ക് അത് സാരില്ല, അവരൊക്കെ കയറി വരും. നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്നും ഉണ്ടല്ലോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണോ? അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുട്ടികളെ മനസ്സിലായി. ശരി, നമുക്ക് സൗകര്യങ്ങളെ കുറിച്ചാണ്. പിന്നെ എനിക്കത് പറയാനുള്ള അവസരം തരണോ? അല്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് സംസാരിക്കരുത്, എനിക്ക് എന്റെ അടുത്ത് പോകാൻ പറയണം. അല്ല, നമ്മൾ ഈ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, ചെറിയ പ്രശ്നമല്ല, അത് വലിയ പ്രശ്നം തന്നെയാണ്. റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ പ്രകടനത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം. പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം. നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ,
കലകിച്ചു മരിക്കും നിവിടം ഇകലോകമുയൽ തിരുമകനെ. നമുക്കൊപ്പം ചേർന്നതിന് നിങ്ങളുടെ ഈ ഒരു സായം സന്ധ്യയെ നിങ്ങൾ ധന്യരാക്കി മാറ്റിയിട്ടുണ്ട്. Okay. ശരി, താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഇടവേള എടുത്താലോ? വളരെ പെട്ടെന്ന് ഒരു ഇടവേള, അതിനുശേഷം മടങ്ങിയെത്താം. വെൽക്കം ബാക്ക് ടു കലക്കൻ കൊല്ലം. നമ്മള് കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, പ്രകടനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സ്മിത, നമ്മൾ ഈ മത്സരാർത്ഥികളെ മാത്രമല്ല, പലപ്പോഴും മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകാനൊക്കെ വിവിധ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കലാകാരൻ, നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. കുടുംബത്തിൽ നിന്നുള്ള കലാകാരൻ കോമഡി ഉത്സവം സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. പ്രിൻസ് ആണ്. പ്രിൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രിൻസ് അപ്പൊ അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. പ്രിൻസ് വരൂ. പ്രിൻസിനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം അല്ലേ? പ്രിൻസിന്റെ മിമിക്രി ആണോ? പ്രിൻസ് എന്താ കാണിക്കും? പാട്ട് പാടും, മിമിക്രി ഉണ്ട്, പാട്ടാണ്, പിന്നെ പാട്ടുകാരുടെ വോയിസ് ആണ് ചെയ്യുന്നത്, ഇമിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഏതാ ഐറ്റം? ഇപ്പം 3 പാട്ടുകാരുടെ വോയിസ് ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് ഈ കലോത്സവം നടക്കുന്നത്. അതിൽ വലിയ സന്തോഷമാണ്. എൻ്റെ സ്ഥലം കൊല്ലത്താണ്, കൊല്ലം ശൂരനാടാണ് എൻ്റെ സ്ഥലം. ശൂരനാട്. അപ്പോൾ ഞാൻ 3 പാട്ടുകാരുടെ വോയിസ് ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അദ്നാൻ സ്വാമിയുടെ. ഹലോ, അദ്നാൻ സ്വാമിയുടെ പാട്ടാണ് പറഞ്ഞത്. അദ്നാൻ സ്വാമി. കണ്ടോ? തീർച്ചയായിട്ടും കണ്ടു. എന്നിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ ജില്ലയിലേക്ക് 2009 ശേഷം വരുന്നു. അപ്പൊ 2009 പങ്കെടുത്തിട്ടുണ്ടോ? 2009 കലോത്സവത്തിൽ പങ്കെടുത്തോ? അതോ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു മുൻപൊക്കെ? അപ്പൊ ഈ എന്താണ് വീണ്ടും കൊല്ലം ജില്ലയിലേക്ക് ഇത്രയും വർഷത്തിന് ശേഷം കലോത്സവം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന വലിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കണം, അല്ല അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. അത് നമുക്ക് നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ഈ കുടുംബത്തിനോട് നിൽക്കാൻ പറ്റില്ല, വലിയ സന്തോഷമായിട്ട് നിൽക്കുന്നു. നമുക്കും അതെ, പ്രിൻസ് വരുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇന്നലെ തുടങ്ങി വരുന്നുണ്ട്. അപ്പൊ പ്രിൻസിനെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഫ്ലവേഴ്സ് കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ തന്നെയാണ്. മുഴുവൻ ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് പ്രോത്സാഹനം ഒക്കെ ആയിട്ടല്ലേ? അതെ. അപ്പൊ ഈ മിമിക്രി ഒക്കെ പണ്ട് കലോത്സവ വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ല, ഞാൻ നമ്മുടെ കോമഡി ഉത്സവം വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ. അപ്പൊ കോമഡി ഉത്സവമാണ് പ്രിൻസിലെ കലാകാരനെ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും കോമഡി ഉത്സവമാണ് നമ്മുടെ ജീവിതം മാറ്റി മറിച്ചത് തന്നെ. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താണ് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, ഗാനമേള ഫീൽഡ് പോവാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയോ? വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയോ? അത് കോമഡി ഉത്സവം മുതലുമാണ് നമുക്ക് പോകാനുള്ള ചാൻസ്. ഓക്കെ. അപ്പൊ അതൊക്കെ നന്നായി. നമ്മുടെ പാട്ട് വന്നില്ലേ? ട്രാക്ക് ഇല്ലാതെ ഒന്ന് പാടാമോ? ഏതെങ്കിലും ഒരെണ്ണം. ട്രാക്ക് ഇല്ലാതെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടോ? തീർച്ചയായിട്ടും പാടാം. ഓക്കെ. അത് ഞാൻ ശങ്കർ ഭഗവാൻ പാട്ടൊന്നും എനിക്കില്ല. ഈ സ്നേഹമരികത്ത് ചിരി തൂകി നിൽക്കുമ്പോൾ ആശ്രയമെന്തിനു വേറെ, ഈ കൈകൾ താങ്ങും തണലുമായുള്ളപ്പോൾ വീടനിക്കെന്തിനു വേറെ, കര കാണാ കയൽ നീന്തം കതിർ കാണാ കിളിയായി പാടാം, ഈ ലഹരിയിൽ മുഴുകാമാടാം, ഒരു തീരം തേടി പോകാം, ഇതുവഴിയേ ഇനി വരുമോ പുതുപുത്തനുഷസിൻ തേരുളി, ഒരു പുതിയുഗ സന്ധ്യാശങ്കൊലി, അങ്ങകലെ എരുതി കടലിന്നക്കരയക്കര ദൈവമിരിപ്പു കാണാൻ കണ്ണുമാ, ഇങ്ങിവിടെ കഥന കടലിന്നിക്കരയിക്കര നമ്മളിരിപ്പു കണ്ണി കനവുമാ.
അപ്പൊ ഇത് ശരിക്കും അതെ കണ്ണടച്ച് കേട്ട ശങ്കർ മഹാദേവൻ പാടുന്ന പോലെയുണ്ട്. Thank you, ശങ്കർ thank you. മഹാദേവനെ കേൾപ്പിച്ചിട്ടുണ്ടോ ഈ പാട്ട് പാടി? കേൾക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ, അദ്ദേഹത്തെ കാണാൻ സാധിക്കണമെന്നൊക്കെയുള്ളതായിരിക്കും ആഗ്രഹം അല്ലേ? നല്ല അതാണോ ഫേവറേറ്റ് സിംഗർ? അതെ തീർച്ചയായിട്ടും. ശരി, അപ്പൊ വേറെ ഏതൊക്കെ സിംഗേഴ്സ് ഫീമെയിൽ സിംഗേഴ്സിന്റെ? ഫീമെയിൽ ഞാൻ അതിരൻ സ്വാമിയുടെ സോങ്ങാണ്. അതുപോലെ വിദ്യാധരൻ മാസ്റ്ററിന്റെ വിദ്യാധരൻ മാസ്റ്ററിന്റെ പാട്ടാണ്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലൻ ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലൻ ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരു തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരുമ്പു തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഭാവമൊക്കെ ഉൾക്കൊണ്ട് പാടുകയാണ്. വളരെ വളരെ നന്ദി. ഇനിയും അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി താങ്കൾ എത്തുക. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മുടെ കുടുംബത്തോട് വരാൻ വലിയ സന്തോഷമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. നാടൻ പാട്ടാണ്. സെയിന്റ് മൈക്കിൾസ് കണ്ണൂരിൽ നിന്ന് അവരുടെ പെർഫോമൻസിലേക്ക് പോവാം. മുടിയോളം വാളുവകെന്നേ കാലിന്റെ ചുണ്ടീന്നും വാളുവകെന്നേ മേലൂര് കോട്ടയിലെ മേക്കരിവാള് തട്ടിലകവും തറകിലകവും പോരുന്നല്ല അപ്പൊ പൊളിച്ചു തകർത്തു തിമിർത്തു അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ മത്സര ഫലം വന്നിട്ടില്ല അല്ലേ? ഫലം വന്നോ? റിസൾട്ട് വന്നോ? അറിയില്ല. ശരി, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അത് അങ്ങനെ നമ്മുടെ ഈ കലക്കൻ കൊല്ലം എന്ന ഈ സ്പെഷ്യൽ വാർത്താ ഇവിടെ അവസാനിക്കുന്നു. ഇനി തിരികെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് ഫോർ ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.